ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ഒരു 6 മണി ആ സമയമാകുമ്പോൾ ന്യൂഡൽഹിയിലെത്തി. നേരെ പഹർഗഞ്ച് മാർക്കറ്റിൽ വന്ന് ഇവിടെ റൂം എടുത്ത് കിടന്നുറങ്ങി. ഇപ്പോൾ ട്രെയിനിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ നല്ലപോലെ കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിസാമുദ്ദീനിലേക്കാണ്. അപ്പോൾ ബിയോണ്ട് ദി ഫാസ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ വിട്ടിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. പഹർഗഞ്ച് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ നേരെ നമ്മൾ നിസാമുദ്ദീനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ മെട്രോ കൂടി പോകണം. അപ്പോൾ ഇത് പഹർഗഞ്ച് മാർക്കറ്റിലെ ഗല്ലിക്കകത്താണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നുള്ളത്. ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ നിസാമുദ്ദീൻ പോകും. ഫസ്റ്റായിട്ട് ഹുമയൂൺ ടോംബിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം 3:30-4 മണിയായിട്ടുണ്ട്. അപ്പോൾ നേരെ ഹുമയൂൺ ടോംബിലേക്ക് പോകണം. സൺസെറ്റ് ആകുന്നേക്കാളും മുമ്പ് ഹുമയൂൺ ടോംബിൽ പോയി അവിടെ നിന്ന് നേരെ നിസാമുദ്ദീൻ ദർഗയിൽ പോയി അവിടെ നിന്ന് ബോംബ് തുറക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നോക്കാം എന്താവും എന്നുള്ളത്. ഇപ്പോൾ സമയം വൈകിട്ടുണ്ട്. അപ്പോൾ ഹുമയൂൺ ടോംബിൽ എത്ര ടൈം സ്പെൻഡ് ആക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കയറി അപ്പുറത്ത് ഇറങ്ങി ഇതിൽ പോകണം. മെട്രോ പോയി നേരെ നിസാമുദ്ദീനാണ്. അപ്പോൾ പഹർഗഞ്ച് മാർക്കറ്റ് അത് നമുക്കൊന്ന് കാണാം. ഇതാണ് പഹർഗഞ്ച് മെയിൻ മാർക്കറ്റ് വരുന്നുള്ളത്. ഇതാണ് പഹർഗഞ്ച് മെയിൻ മാർക്കറ്റ്. ഇതിലൂടെ നേരെ പോയാൽ നമ്മൾ ഇവിടെ എത്തും. ഇവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇതിൽ കൂടെ നേരെ പോയാൽ ആർക്കാശ്രം മെട്രോ സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രിയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് മെട്രോ വരുന്നുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 16 എക്സിറ്റ് അടിച്ചെങ്കാണ്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിട്ട് അപ്പുറത്ത് എക്സിറ്റ് ചെയ്ത് മെട്രോ കയറണം. അപ്പോൾ പഹർഗഞ്ച് വരുന്നുള്ളത് നേരെ ഇപ്പുറത്താണ്. നേരെ ഓപ്പോസിറ്റ് റെയിൽവേൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പഹർഗഞ്ച് മാർക്കറ്റ് വരുന്നുള്ളത്. ഇതാണ് ഡൽഹി മെട്രോന്റെ തിരക്ക്. ഡൽഹി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ എൻട്രൻസ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളിൽ മുമ്പ് എടുത്ത 3 മെട്രോ കാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണ്, വർക്കിംഗ് ആണ്. അപ്പോൾ സിനുക്ക് മാത്രം എന്തില്ല, മെട്രോ കാർഡില്ല. അങ്ങനെ സിനുക്ക് ഇപ്പോൾ മെട്രോ കാർഡ് എടുക്കുന്നുണ്ട് പുതിയതായിട്ടൊന്ന്. ബാക്കി നമ്മൾ 3 ആളിലും ഉണ്ട് കാർഡ്. ഡൽഹി മെട്രോ നമ്മൾ ഒരു 3-4 ദിവസം ഇവിടെ കറങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് മെട്രോ കാർഡ്. 2 വരുന്നുണ്ട്. ഒന്ന് ടൂറിസ്റ്റ് വരുന്നുണ്ട്. അത് 200 രൂപ കൊടുത്താൽ ഒരു ദിവസം 1 ഡേ ആണ് അതുള്ളത്. അൺലിമിറ്റഡ് എൻട്രീസ് ആണ് അതിനുള്ളത്. പിന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അടുത്ത വരുന്ന ഓപ്ഷൻ ഉള്ളത്. 150 രൂപ കൊടുത്താൽ 50 രൂപ ഒരു ഫീസാണ്. 100 രൂപ അതിലുണ്ടാവും. 100 രൂപ അങ്ങനെയാണ് വരുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നുള്ളത് 150 രൂപൻ്റെ അതാണ്. നമ്മൾ റീചാർജ് ചെയ്ത് പോകാന്നുള്ളതാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു 1 ഡേ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ 3-4 ദിവസം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഓരോ ഓപ്ഷനും. നമുക്ക് കാണാം സിനുയുടെ മെട്രോ കാർഡ് എടുക്കുന്നുണ്ട്. അങ്ങനെ സിനുക്കും കാർഡ് കിട്ടി. സിനുക്ക് കാര്യമായ കാർഡാണ് കിട്ടിയത്. റൂപ്പൻ്റെ കാർഡാണ് കിട്ടിയത്. ഓൾ ഇന്ത്യ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ് സിനു കിട്ടിയിട്ടുള്ളത്. 150 അല്ലേ? 150 അങ്ങനെ നമ്മളിപ്പോൾ ദില്ലി ഹാർട്ട് INA സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ലൈൻ മാറിക്കയറണം. പിങ്ക് ലൈനിലേക്ക് ഇപ്പോൾ മാറിക്കയറണം. അപ്പോൾ പിങ്കിലേക്ക് പോവാം. പിങ്ക് ലൈനിൽ പോകാൻ വേണ്ടിയിട്ട് ഈ പിങ്ക് ഫുട് പ്രിൻറ്റിലേക്ക് നടന്നാൽ മതി. വേറെ പിങ്ക് ലൈനിലെത്തും. അസ്കർ എങ്ങനെയുണ്ട്? ഡൽഹി എങ്ങനെയുണ്ട്? ഡൽഹി കാണാൻ പണ്ടത്ര അല്ല, ഇപ്പോൾ കണ്ടെത്ര വിചാരിച്ചിട്ട് എങ്ങനെയുണ്ട് ഡൽഹി മെട്രോവും ബാക്കി കാര്യങ്ങളല്ലോ? ക്രൗഡ് വർഷത്തിൽ പറയും ക്രൗഡ് ഡൽഹി ക്രൗഡ് ഉണ്ടേതാ. ഓക്കെ, നീ എന്താ പറയുന്നത്? മന എന്താ പറയുന്നത്?
ക്രൗഡ് അതന്നെ ഓൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അല്ല കഥ ഓൻ പറഞ്ഞിട്ടായില്ല പിന്നെ അതിൽ ക്രൗഡ് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായം ഞങ്ങൾക്കല്ലേ പറയാൻ പറ്റും. പറയും ക്രൗഡ് ഉണ്ട് പക്ഷെ ക്രൗഡ് അല്ലാണ്ട് പറഞ്ഞു വേറെ പറയുന്നേ വേസ്റ്റ് ഭയങ്കര ഉണ്ട് എന്തിന്റെ വേസ്റ്റ് ഭയങ്കര വേസ്റ്റോ ഓക്കെ പിന്നെ റോഡ് സൈഡ് അത് ഇതെല്ലാം ഫുള്ള് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് അത് ഇത് മറ്റത് പിന്നെ ഒരാൾ ഹെൽമെറ്റ് ഇല്ല ഒരാളെ. നീ ഇടലുണ്ടോ നാട്ടിൽ നിന്ന്? ഞാൻ ഇടലുണ്ട്. ഇത്രല്ല അഭിപ്രായം. നമ്മ പിങ്ക് ലൈനിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ നമ്മള് വീണ്ടും മെട്രോ കയറി ദില്ലി ഹാർട്ട് ടു നിസാമുദ്ദീൻ. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളെ ഈ റിക്ഷ ആക്കിയിട്ടുണ്ട്. നിസാമുദ്ദീൻ ഫുൾ പണിയെടുക്കുന്നുള്ളതാണ്. മാറുന്നുണ്ട് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ആ ഒരു പരിസരം ഫുള്ള്. ഇങ്ങനെ പെണ്ണോട്ടോട് കൂടിക്കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ ഹുമയൂൺ സ്റ്റോംബിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. സിനു ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 5:30 സമയമായി. നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് നിസാമുദ്ദീൻ ദർഗയിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ½ an hour അതിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ടിക്കറ്റ് വരുന്നുള്ളത് ഒരാൾക്ക് 40 രൂപയാണ്. ഇന്ത്യൻ ആണെങ്കിൽ, പിന്നെ ഫോറിൻ ആണെങ്കിൽ 600 രൂപ വരുന്നുണ്ട്. പിന്നെ 14 വയസ്സ് വരെ ഫീ ഇല്ല. നമ്മൾ ടോംബിലേക്ക് എൻട്രി അടിച്ച് അങ്ങനെ നമ്മൾ ടോംബിലേക്ക് എത്താനായിട്ടുണ്ട്. ഹുമയൂൺ ടോംബിലേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഹുമയൂൺ സ്റ്റോംബിലാണ്. ഹുമയൂൺ സ്റ്റോംബ് എന്ന് വെച്ചാൽ നമ്മളെ ഹുമയൂൺ ചക്രവർത്തിൻ്റെ മക്ബറ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഹുമയൂണിൻ്റെ അല്ലാതെ പിന്നെ ബാക്കി കുറച്ച് 4-5 പേരെ മക്ബറ ഉണ്ട്. ഇവിടെയുള്ളത് ഹുമയൂൺ ചക്രവർത്തിൻ്റെ. അപ്പോൾ ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഹുമയൂണിൻ്റെ ആദ്യ ഭാര്യ ആണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1558 ആ ഒരു ഇയറിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ ആദ്യത്തെ ഗാർഡൻ ടോംബ് ആണ് ഇത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഇങ്ങനെ സമയം ഇരുട്ടാനായി, രാത്രിയായി. നോർത്ത് ഇന്ത്യൻ വിൻ്ററിൽ ഇത് വേഗമാണ്, ഇത് രാത്രിയാണ് വേഗമാണ്, സൺസെറ്റ് വേഗമാണ്. അപ്പോൾ നോക്കാം, ഇവിടെ ഇങ്ങനെ ഇപ്പോൾ സണ്ണ് ലൈറ്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ സൺസെറ്റ് ആവാനായി, സമയമാവാനായി. അപ്പോൾ നമ്മൾ നോമ്പെറുക്കാനാകുമ്പോൾ ഇഫ്താറാകുമ്പോൾ എവിടെ എത്തണം? നിസാമുദ്ദീനിലെത്തണം, ദർഗയിലെത്തണം. അങ്ങനെ ഇപ്പോൾ സമയം 6:20 നോമ്പെറുക്കാനായി. നമ്മൾ വേഗം ഇവിടെ പോകണം. നമസ്കാരം പറഞ്ഞാൽ എവിടെ നമ്മൾ നോമ്പെറുക്കാൻ പോകുന്നത്? നിസാമുദ്ദീൻ ദർഗ നിസാമുദ്ദീൻ ഔലിയാൻ്റെ ദർഗ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ടൈം കഴിഞ്ഞ് നമ്മളെ സെക്യൂരിറ്റി നമ്മളെ കുറേ വൈകി. അപ്പോൾ ആയിക്കോണ്ടെന്ന്. അപ്പോൾ കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറേ ഒന്നും പോയില്ല, ജസ്റ്റ് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് പോകുന്നതാണ്. ഇൻഷാ അല്ലാ തിരിച്ച് വരുമ്പോൾ ഒരു പ്രാവശ്യവും എങ്ങനെ ഇവിടെ വരും. അപ്പോൾ വേഗം നിസാമുദ്ദീൻ പോകും. എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞ് ഇപ്പോൾ മനാൻ്റെ ഫോണിലാണ് വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ കഥ എന്തില്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് ഇനി നമ്മൾ ഇപ്പോൾ ഉള്ളത് ഹുമയൂൺ സ്റ്റോമിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തിറങ്ങിയില്ല. അപ്പോൾ ഇനി നിസാമുദ്ദീൻ പോയാൽ നമുക്ക് ഇഫ്താറും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇഫ്താറാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്ലാൻ നമ്മൾ ചേഞ്ച് ചെയ്ത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് നോമ്പുറന്ന് നേരെ അപ്പൂസ് ഹോട്ടലിൽ പോവാം, നല്ല നാടൻ ബീഫും പൊറോട്ട അടിക്കുക, എന്നിട്ട് നേരെ ജമാ മസ്ജിദ് വിടാം. നിസ്കരിക്കാൻ നമുക്ക് ജമ്മു കസറാക്കിയിട്ട് പിന്നെ ഇശാമ് നിസ്കരിക്കാം, ത്രാവി ബാക്കി കാര്യങ്ങളെല്ലാം നിസ്കരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് നോമ്പുറന്ന് മെട്രോ കയറി എവിടെ പോകും? അസ്കർ എവിടെ? അപ്പൂസ് ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടും, നല്ല കേരള ഫുഡ് അവിടെ നിന്ന് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജമാ മസ്ജിദ് കുറച്ച് സ്വീറ്റും കാര്യങ്ങളെല്ലാം കഴിച്ച് നേരെ റൂമിൽ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.
അസ്കർ പറയുന്നത് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് വീഡിയോ ലെങ്ത് കുറേ കൂടി, ഇപ്പോൾ തന്നെ കുറേ കൂടിയിട്ടുണ്ടാവും ഈ വീഡിയോ ഏത് ഹ്യൂമൻ സ്റ്റോമിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്താക്കണം, ബെല്ലൈക്കൺ ടിൻ അമർത്താം, പിന്നെ ലൈക്ക് ഷെയർ. അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങളായി അപ്പൂസ് ഹോട്ടലും ബാക്കി ജമാ മസ്ജിദ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും